പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോ, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. വചനം തുടരുന്നു. എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. വചനം തുടരുകയാണ്. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. കാള, ആട്, പ്രാവ് വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയുമാണ് കർത്താവ് ദൈവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത്. ഞാനാകുന്ന ദൈവാലയത്തെ കച്ചവട സ്ഥലവും അശുദ്ധവുമാക്കുന്ന സ്വഭാവ പ്രത്യേകതകളാണവ. കാള, അഹങ്കാരം, ആസക്തികൾ, ഗർവ്, ദുർമാർഗം ഇവയുടെ എല്ലാം പ്രതീകമാണ്. ആട്, ദീർഘവീക്ഷണമില്ല, ദുർവചനം, പെട്ടെന്ന് വഴിതെറ്റും, എവിടെയും തലയിടും, ഏറ്റവും മുകളിൽ നിൽക്കാൻ ആഗ്രഹം, ശ്രമം. പ്രാവ്, നിഷ്കളങ്കത, പലതും മനസ്സിലാവില്ല, അതുകൊണ്ട് പെട്ടെന്ന് അപകടത്തിൽപ്പെടും. നാണയമാറ്റക്കാർ, ലാഭം മാത്രം ചിന്ത, എനിക്കെന്തു കിട്ടും, സ്വാർത്ഥത മാത്രം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സങ്കീർത്തകൻ 119-ാം സങ്കീർത്തനത്തിൽ പറയും, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ദൈവവചനമാകുന്ന ചമ്മട്ടി കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അശുദ്ധമാക്കുന്നവയെല്ലാം അടിച്ചു പുറത്താക്കാം. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.